15 വർഷങ്ങൾക്ക് മുമ്പ് കുഴിച്ചുമൂടപ്പെട്ട സത്യങ്ങൾ പുറം ലോകത്തേക്ക് എത്തുന്നത് ഒരു ഊമക്കത്തിന്റെ രൂപത്തിലാണ്. ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോണിന് ലഭിച്ച കത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് ഇരമത്തൂരിൽ നിന്ന് കാമുകനൊപ്പം അപ്രത്യക്ഷമായെന്ന് പറയപ്പെടുന്ന കല എന്ന 27-കാരി കൊല്ലപ്പെട്ടു എന്നായിരുന്നു ഉള്ളടക്കം. കൊലപ്പെടുത്തിയ രീതിയും പങ്കുള്ളവരുടെ പേരുകളും ഉൾപ്പെടെ വിശദമായി കത്തിലുണ്ടായിരുന്നു. തുടർന്ന് അതീവ രഹസ്യമായി അമ്പലപ്പുഴ പോലീസിനെ കേസ് അന്വേഷിക്കാൻ ഏൽപ്പിച്ചു. മഫ്തിയിലുള്ള അന്വേഷണ സംഘം രഹസ്യമായി വിവരങ്ങൾ തേടുന്നുണ്ടെന്നറിഞ്ഞ് കൊലപാതക വിവരം അറിയാമായിരുന്ന ബന്ധുക്കൾ ഇസ്രായേലിലുള്ള അനിൽകുമാറിനെ വിവരമറിയിച്ചു. തുടർന്ന് അനിൽകുമാറിന്റെ അടുത്ത ബന്ധുക്കളടക്കം 5 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ചോദ്യം ചെയ്തപ്പോഴാണ് രഹസ്യങ്ങളുടെ ചുരുളഴിയുന്നത്. RDOയുടെ അനുമതി തേടി ഫോറൻസിക് വിഭാഗവുമായി ചേർന്ന് അനിൽകുമാറിന്റെ വീടിന്റെ സെപ്റ്റിക് ടാങ്കിൽ നടത്തിയ പരിശോധനയിൽ മൃതദേഹാവശിഷ്ടങ്ങൾ എന്ന് സംശയിക്കുന്ന ഭാഗങ്ങൾ പോലീസ് കണ്ടെത്തി. ഇത് ശാസ്ത്രീയ പരിശോധനകൾക്ക് വിധേയമാക്കും. അവശിഷ്ടങ്ങൾക്ക് പുറമെ ക്ലിപ്പും സ്ത്രീയുടെ അടിവസ്ത്രത്തിന്റേതെന്ന് തോന്നിക്കുന്ന ഭാഗങ്ങളും ഒരു ലോക്കറ്റും കണ്ടെത്തിയതായാണ് വിവരം. കല എന്ന് പറയുന്ന ഒരു സ്ത്രീ, ഡോക്ടർ ഓഫ് ചേലക്കൽ മീനത്തേരി ഹൗസ്. അപ്പം ഇങ്ങനെ ഒരു സ്ത്രീ ഇവിടെ ഉണ്ടായിരുന്നുള്ളതും അവര് 2008-2009 കാലഘട്ടത്തിൽ മിസ്സിംഗ് ആണെന്നുള്ള ഒരു രഹസ്യ ഒരു ഇൻഫർമേഷൻ ലഭിച്ചതിന്റെ പേരിലാണ് നമ്മൾ എൻക്വയറി സ്റ്റാർട്ട് ചെയ്ത് അത് മിസ്സിംഗ് ആണെന്നുള്ള കാര്യം നമ്മൾ സ്ഥിരീകരിച്ചതിന് ശേഷം അമ്പലപ്പുഴ പോലീസ് സ്റ്റേഷനിലാണ് നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ഇതിന് മിസ്സിംഗ് ഒരു FIR ഇടുന്നത്. അമ്പലപ്പുഴ പോലീസ് സ്റ്റേഷനിൽ FIR ഇട്ടതിന് ശേഷം അത് മാന്നാറിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുകയും പിന്നെ നമ്മുടെ ഫർദറായിട്ട് ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് നമ്മൾ നടത്തിയ എൻക്വയറീസിന്റെ ഭാഗമായിട്ടും ചോദ്യം ചെയ്യുന്ന ഭാഗമായിട്ടും ഈ കല എന്ന് പറയുന്ന സ്ത്രീ മർഡർ ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് നമ്മളിപ്പോൾ വിശ്വസിക്കുന്നത്. കലയെ അനിൽകുമാറിന്റെ കാറിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടതായി കസ്റ്റഡിയിലുള്ളവർ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. കഴുത്തിൽ തുണിയുപയോഗിച്ച് മുറുക്കിയാണ് കൊലപാതകമെന്നാണ് വിവരം. മറവ് ചെയ്യാൻ സഹായം നൽകുക മാത്രമാണ് ചെയ്തിട്ടുള്ളതെന്ന് കസ്റ്റഡിയിലുള്ള ബന്ധുക്കൾ അന്വേഷണ സംഘത്തെ അറിയിച്ചു. സുരേഷ്, ജിനു, രാജൻ, പ്രമോദ്, സന്തോഷ് എന്നിവരാണ് കസ്റ്റഡിയിലുള്ളത്. മിശ്രവിവാഹിതരായ കലയും അനിൽകുമാറും പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ്. ഇതിൽ ഒരു മകനുമുണ്ട്. കലയെ കാണാതായപ്പോൾ സ്വർണവും മറ്റുമായി ഒളിച്ചോടിപ്പോയെന്നായിരുന്നു അനിൽകുമാറിന്റെ പ്രചാരണം. അതുകൊണ്ട് തന്നെ കലയുടെ ബന്ധുക്കൾ പരാതി നൽകിയതുമില്ല. 2 മാസത്തിനുള്ളിൽ അനിൽകുമാർ പുനർവിവാഹം കഴിക്കുകയും ചെയ്തു. പുനർവിവാഹം അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് പോലീസ് സംശയത്തോടെ പരിശോധിച്ചു വരികയാണ്. ഭർത്താവാണ് കൊലപാതകത്തിന് പിന്നിലെന്നാണ് പറയുന്നത്. അപ്പം എന്താണ് അതിന്റെ മോട്ടീവ് എന്താണെന്ന് അതാണ് പറഞ്ഞത്. ഞങ്ങളുടെ ഇപ്പോഴത്തെ അറിവിൽ വേറെ ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉള്ളതായിട്ട് നമ്മുടെ അറിവിപ്പെട്ടിട്ടില്ല. അപ്പോൾ ഉണ്ടാവാം പേഴ്സണൽ ഇഷ്യൂസ് ആണ് നമ്മുടെ അറിവിപ്പെട്ടിട്ടുള്ളത്. ഇനി അടുത്തൊരു നടപടിക്രമം എന്താണ്? ഇയാളെ ഇങ്ങോട്ട് എത്തിക്കുകയും ചോദ്യം ചെയ്യലും അത്തരത്തിലാണോ? എങ്ങനെയാണ്? അതെ, അത് നമുക്ക് വലിയൊരു പ്രൊസീജിയറാണ്. അതിന് പേപ്പർ വർക്കും കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നതായിരിക്കും. പിന്നെ ബാക്കിയുള്ള ഈ പറഞ്ഞ നമ്മുടെ എവിഡൻസ് കളക്ഷൻ നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ കേസിലോട്ട്. ഈ പറഞ്ഞ പോലെ 15 കൊല്ലം കഴിഞ്ഞ കേസായതുകൊണ്ട് അത് നമ്മൾ എവിഡൻസ് കളക്ട് ചെയ്യുമ്പോൾ ട്രയലിനെ അത് എങ്ങനെ ബാധിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി വേണം എവിഡൻസ് കളക്ട് ചെയ്യാനായിട്ടും വളരെ സ്പീഡിൽ ചെയ്യുന്നതാണ്. പാലക്കാട് സ്വദേശിക്കൊപ്പം പോയെന്ന് പറയപ്പെടുന്ന കലയെ എറണാകുളത്ത് വെച്ച് അനിൽകുമാർ 2 ദിവസത്തിനുള്ളിൽ വീണ്ടും കണ്ടെത്തി. കൂടെ കൂട്ടുകയായിരുന്നു. വാടകയ്ക്ക് കാറെടുത്താണ് കലയെ കൂട്ടാനായി പോയത്. എറണാകുളത്തു നിന്നും ആലപ്പുഴയിലേക്കുള്ള യാത്രാമധ്യേ തുണിയുപയോഗിച്ച് കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയെന്നും പോലീസ് വ്യക്തമാക്കുന്നു. മൃതദേഹം കാറിൽ കണ്ട ദൃക്സാക്ഷിയുണ്ടെന്നാണ് വിവരം. കസ്റ്റഡിയിലുള്ള പ്രതികളുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും. അനിൽകുമാറിനെ നാട്ടിലെത്തിക്കാനും ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. കല പാലക്കാടേക്ക് ഒളിച്ചോടിപ്പോയെന്ന് വിശ്വസിപ്പിച്ച് കലയെ എറണാകുളത്ത് അനിൽകുമാർ ഒളിച്ചു താമസിപ്പിക്കുകയായിരുന്നു എന്നും പോലീസ് സംശയിക്കുന്നുണ്ട്. സ്ഥലത്തെ SNDP ശാഖയുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും കത്തിലേക്കും കൊലപാതക വിവരം പുറത്തേക്ക് വരാനും കാരണമായിട്ടുണ്ടെന്നും പോലീസ് പറയുന്നു. ഈ സംഭവത്തിൽ പ്രതിയായ ഒരാൾ മുൻപ് ഭാര്യയെയും മക്കളെയും അപകടപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചിരുന്നു. ന്യൂസ് 18 ആലപ്പുഴ.